ഇക്ക ഓൾറൗണ്ടറാണ്. ഏത് ഷോ എടുത്താലും മോർണിംഗ് ഷോ ആണ് തുടങ്ങിയത്, പിന്നെ ഇപ്പോൾ ഈവനിങ് ഷോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസിലാണെങ്കിൽ പോലും ആ സ്ലോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഹാൻഡിൽ ചെയ്യുന്നു. പുള്ളിക്ക് കമ്പനി തന്നെ കൊടുത്തൊരു ഫ്രീഡമാണ്. റിസൈൻ ചെയ്തൊന്നും പോണ്ട, ലീവുണ്ട്, പോയിട്ട് വായോ. അയ്യോ ഇക്കയെ പറ്റി പറയാൻ തുടങ്ങി ഞാൻ നിർത്തൂല, അമ്മാതിരി എനിക്ക് പറയാനുണ്ടാവും. ഇപ്പൊ ബിഗ് ബോസിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഇക്ക അല്ലാതെ ആവത്തില്ലല്ലോ. പലരും പറയുന്നുണ്ട് പുറത്തിറങ്ങിയത് എന്തായാലും ബിഗ് ബോസിനകത്ത് പോയാൽ അയാൾ ഗെയിം കളിക്കണം. ഭാവം രൂപം എല്ലാം മാറ്റിയിട്ട് വെറും 100 ദിവസം ഒരു വീട്ടിനകത്ത് പോയി നിന്ന് കളിക്കണം എന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ. ഇനി ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇത്രയും നാൾ ജേണി. അതിനകത്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അയ്യോ എനിക്ക് പറ്റില്ല എന്നൊക്കെ തോന്നുന്ന സന്ദർഭം കാണാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഭാഗ്യവതിയാണ് എന്ന് ചിന്തിച്ചിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടാവും. അങ്ങനെ 1-2 നമ്മുടെ പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്യാമോ? ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എനിക്ക് ഒന്നും ഇത്രയും ഉണ്ടായി അല്ലെങ്കിൽ ഞാൻ ഇത്രയും ചെയ്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ദ ബെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനെന്നല്ല, എനിക്കെപ്പോഴും ഞങ്ങൾ എന്ന് പറയാനാണ് ഇഷ്ടം. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു റേഡിയോയിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അല്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ ചെയ്തത്. ഒരു മീഡിയ ഉപയോഗിച്ച് നമുക്ക് എന്താ രാവിലെ പോവുക, ജോലി ചെയ്യുക, കാശ് മേടിക്കുക, കൃത്യമായിട്ട് മാസം ശമ്പളം കിട്ടുന്നുണ്ട്, മതി. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ കമ്പനി ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കമ്പനിയോട് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഈ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനൊരു മനസ്സെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് പട്ടിണിയില്ല പട്ടണം എന്ന് പറയുന്നിട്ടൊരു പ്രോഗ്രാം. അതായത് 100 ദിവസങ്ങൾ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പരിപാടിയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ബിഗ് എഫ് എം ഉള്ളത്. അപ്പോൾ ഓൾ ഇന്ത്യ 63 സ്റ്റേഷൻസ് വി ഹാവ്. പക്ഷേ ഇവിടെ തിരുവനന്തപുരം മാത്രമേ കേരളത്തിൽ. അപ്പോൾ തിരുവനന്തപുരത്ത് 100 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഭക്ഷണ പരിപാടി, തെരുവിൽ അലഞ്ഞ് നിൽക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു രീതിയിൽ തുടങ്ങിയ പരിപാടിയാണ്. ഇന്ന് പറയട്ടെ സരിത, നമ്മളൊരു ശക്തിയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, പ്രകൃതി എന്ന് പറയുന്ന ഒരു ശക്തി, അതിനെ നിലനിർത്തി പറയാം. കഴിഞ്ഞ 3.5 വർഷമായിട്ട് നിർത്താതെ 365 ദിവസങ്ങളിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ച് അത് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഞാൻ ഇമോഷണൽ ആവും. കാരണം ഒരിക്കലും സാധിക്കുന്നത് അത് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണമെന്ന് പറയില്ല, അങ്ങനെ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കടം വാങ്ങി വരെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നമുക്ക് എവിടെയെങ്കിലും ഒരാൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നീട്ടും, കാശായിരിക്കത്തില്ല, ഞാൻ 100 പൊതിച്ചോറ് തരാം. ഞങ്ങൾ ഒരു ഇടക്കാല സമയത്ത്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയാണ് ഈ കൊറോണയൊക്കെ വന്ന സമയം, അതിന് മുമ്പത്തെ ആ 2 വർഷങ്ങളിലൊക്കെ കോളേജുകളിൽ കയറ്റി ഇറക്കുമായിരുന്നു. ഇനോഗ്രേഷൻ, അവരുടെ പ്രോഗ്രാംസ്, അത് ഇത് സ്പെഷ്യൽ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാനും ഒക്കെയും കയറാത്ത കോളേജുകൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇല്ല. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നല്ല കൊല്ലം വരെയുള്ള എല്ലാ കോളേജുകളിലും ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ഞങ്ങൾ പോയ പ്രതിഫലമല്ല ഞങ്ങൾ വാങ്ങുക. പ്രതിഫലമായി ഞങ്ങളെ പ്രിയപ്പെട്ട പിള്ളേരോട് ചോദിക്കുന്നത്, നിങ്ങളാൽ കഴിയുന്ന പൊതിച്ചോറുകൾ കൊണ്ടുതരാൻ ഒരു ദിവസം ഡേറ്റ് ഫിക്സ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ അമ്മയെടുത്ത് പറഞ്ഞ് ആ മനോഹരമായിട്ടുള്ള, തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അടിക്കുന്ന ഒരു മണം ഉണ്ടല്ലോ പൊതിച്ചോറിൻ്റെ, ആ ഒരു പൊതിച്ചോറ് കൊണ്ടുവന്ന് ഈ സെൻറ്ററുകളിൽ, അതായത് അനാഥാലയങ്ങളിൽ നമ്മുടെ അറിവിൽ മാത്രം 253 അനാഥാലയങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമുണ്ട്, ഇനിയും ഉണ്ടാകും. പക്ഷെ അവിടങ്ങളിൽ ഞങ്ങൾക്കിത് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഞങ്ങളൊരു ഇടനിലക്കാരായിട്ട് നിൽക്കും, പിള്ളേരെ കൊണ്ടുവരും, എന്നിട്ട് അവരെയും കൊണ്ടുപോയി ഇവർക്ക് ഭക്ഷണം വായിൽ ഉരുട്ടി കൊടുത്ത് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. അവരിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന പല കൂട്ടുകാരും ഉണ്ട്, അസോസിയേഷൻ ആവട്ടെ, കോളേജ് ആവട്ടെ. അത് പട്ടിണിയില്ല പട്ടണം ഒരിക്കലും നമുക്ക് ഇനി എത്രയൊക്കെ നമ്മൾ കമ്പനിയുമായിട്ട്, ഇപ്പം ബിഗ് എഫ് എമ്മിൽ അല്ലെങ്കിൽ പോലും നമ്മളത് ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലി ആയാലും ഒക്കെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് പോയി ഭക്ഷണം കഴിച്ച് 5 സ്റ്റാറിൽ പോയിരുന്ന അതല്ല, അങ്ങനെയല്ല. അമ്മയുടെ ബർത്ത്ഡേ ആണെങ്കിലും അച്ഛൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും അവരുടെ ആനിവേഴ്സറി ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ചോറ് കൊടുത്തിട്ടായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചിട്ടായിരിക്കും. അത് ആര് വിളിച്ച് ചോദിച്ചാലും ഇപ്പോൾ ഞങ്ങളാണ് ഈ കൊറോണ സമയത്ത് നമുക്ക് ഭക്ഷണം എത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു, പകരം സാധനങ്ങൾ എത്തിക്കുമായിരുന്നു അവർക്ക് ആവശ്യമുള്ള. അപ്പോൾ അതിപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അതൊരു വലിയ ഭാഗ്യമായിട്ട്, മഹാഭാഗ്യമായിട്ട് കാണുന്നു. 2 കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു. വിശേഷത്തിലോട്ട് വരാം. അത് വളരെ കഥ ഇപ്പോൾ എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല, വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഒരു റേഡിയോയിൽ നിന്നിട്ട് കല്യാണം കഴിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് 2 കുട്ടികളുടെ, ഒരു പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് വലിയൊരു കാര്യം, ജീവിതത്തിലെ കല്യാണം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു മേജർ സ്റ്റേജ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കാൻ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളായിരുന്നു 2. അമ്മ മരിച്ചുപോയി, അച്ഛൻ അത്യാവശ്യം നല്ല മദ്യപാനമൊക്കെ ആയിരുന്നു. ആദ്യത്തെ മോളുടെ വീട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവൾ ഒരു ചെറിയ പൊട്ടിക്കാളത്തിയായിരുന്നു, ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് നമുക്ക് ആർക്കും ആ കുട്ടീനെ ഏതൊരു ചതിക്കുഴിയിലും പെടുത്താൻ പറ്റുന്നൊരു മോളായിരുന്നു. അവൾ യാദൃച്ഛികമായിട്ടൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കി ഞങ്ങളുടെ ഫേസ്ബുക്കുകളിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, ഞാൻ മരിക്കാൻ പോവാണ്, ഇനിയെങ്കിലും എന്നെ രക്ഷിച്ചില്ലെങ്കിൽ
എല്ലാ RJസിനും പേരുകൾ മാത്രം എഡിറ്റ് ചെയ്തിട്ട് എല്ലാ RJസിനും എല്ലാ FM RJസിനും ഇട്ടു. ഞാനും ഒക്കെ ചായ കുടിക്കാൻ പോകുന്ന ഒരു സമയത്താണ് ഇത് ഞാൻ യാദൃശ്ചികമായിട്ട് ഇക്കോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പെങ്കൊച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു, ആകെക്കൂടെ എനിക്കൊരു ടെൻഷൻ. കുറഞ്ഞ് എനിക്കും വന്നു എന്ന് പറയുന്നു. അപ്പം നോക്കുമ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ആ കുട്ടിയുടെ വീട്. ഒന്നും നോക്കിയില്ല, ചായ കുടിച്ച് കഴിച്ചില്ല എന്നുള്ള പാടിൽ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി നേരെ ആ കുട്ടിയുടെ വീട്ടിൽ പോവാം. ചായപ്പായിരുന്നു, കംപ്ലീറ്റ് ചെളി താഴെ. ആ കുട്ടിയും അമ്മയും അച്ഛനും ആ വീട്ടിനകത്തായിരുന്നു. ഞങ്ങൾ ആ കൂടി ഞെട്ടിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, വീഡിയോ എടുത്ത് നമുക്ക് ഫേസ്ബുക്കിലിടാം. നമ്മുടെ കയ്യിൽ കൊടുക്കാൻ 5 പൈസ ഇല്ല, 5 നയ പൈസ ഞങ്ങളുടെ കയ്യിലില്ല. ഉള്ള ശമ്പളമൊക്കെ CC അടച്ച് ലോണും അടച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആഡംബരത്തിനൊരു കുറവുമില്ല. അപ്പോൾ ഒന്നും നോക്കിയില്ല, വീഡിയോ എടുത്തിട്ടു. ആ വീഡിയോ അത്യാവശ്യം വൈറലായി. എന്ത് ചെയ്യണമെന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങി. അപ്പം ഞങ്ങൾ വീടിന് വേണ്ടിയിട്ടുള്ളൊരു പരക്കപ്പാച്ചിലായി. പിന്നെ കോർപ്പറേഷൻ്റെ വകയായിട്ട് ആ കുട്ടിക്ക് ഒരു വീട് കിട്ടാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷെ 40,000 രൂപ എന്തോ അടയ്ക്കണം കോർപ്പറേഷനിൽ. അപ്പോൾ അത് കിട്ടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആ ആളുകളെ സഹായിക്കാമെന്ന് പറഞ്ഞവരടുത്തൊക്കെ കൂടി ചേർത്ത് ആ കാശെല്ലാം കൂടെ പിരിച്ച് ബാക്കിയുള്ള ഞങ്ങളെല്ലാം കൂടി ഇട്ട് ആ 40,000 രൂപ കൊണ്ട് കോർപ്പറേഷൻ അടച്ച് ആ കുട്ടിയെ ഒരു 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ അവളുടെ സ്വന്തം വീട്ടിലേക്ക് അച്ഛനും അമ്മയായിട്ട് കയറ്റി. അതായിരുന്നു ആദ്യത്തെ മൈൽ സ്റ്റോൺ. അവിടെ ഇരുത്തി. പിന്നെ അവൾ പഠിച്ചിട്ടില്ല, 10ാം ക്ലാസ് എന്തോ ഫെയിലാണ്. അങ്ങനെ ആ കുട്ടീനെ നമ്മൾ വീട്ടിലേക്ക് കയറ്റി അവളെ പഠിപ്പിക്കാൻ വിട്ടു. അതിനുശേഷമാണ് നമ്മുടെ ഒരു ആക്ടിവിറ്റി എന്നോണം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളൊരു അല്ലാതെ ഒരു ആക്ടിവിറ്റി നമ്മുടെ FM വന്നതാ. അതിന് നമ്മൾ താരയോട് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ടോ, പൊട്ടി പെണ്ണാണെന്ന്. അതായത് ഞാൻ നിഷ്കളങ്കയാണ് എന്നതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോളൻ പറഞ്ഞു, ആ ചേച്ചിയും ചേട്ടനും, എന്നെയൊക്കെയും ചേച്ചിയും ചേട്ടനായിട്ടാണ് കാരണം. അപ്പം ചേച്ചിയും ചേട്ടനും പറഞ്ഞാൽ ഓക്കെ, ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാന്ന് പറഞ്ഞു. പിന്നെ അത് നോക്കിയില്ല, റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു മോളുണ്ട് ഞങ്ങൾക്ക്, കെട്ടാൻ തയ്യാറായിട്ടുള്ളൊരു വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രപ്പോസൽസ് വന്നു. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വമാണ് വളരെ കെയർഫുൾ ആയിട്ടൊരു കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി വരെ വന്നു. പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ സ്കിപ്പ് ചെയ്തു. പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് ചെക്കൻ വരുന്നത്. ചെക്കൻ വന്നത് ചുമ്മാ കയറി വന്നതല്ല, നമ്മുടെ ഓഫീസിലേക്ക് അവൻ ഡയറക്റ്റ് ആയിട്ട് അവന്റെ ചേട്ടനെയും ചേട്ടത്തെയും കൊണ്ടുവന്നു. പെണ്ണ് കാണാനെന്നോണം, പെണ്ണ് ചോദിക്കാനെന്നോണം. അന്നത്തെ ഭാഗ്യവശാൽ ആ സിറ്റുവേഷനിൽ താര അവിടെ ഉണ്ടായിരുന്നു. ആ മോള് ഞങ്ങളോട് സംസാരിക്കാൻ, റേഡിയോയിൽ സംസാരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു പെണ്ണ് കാണുന്ന സീനൊക്കെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഞങ്ങളുടെ വീടായിട്ട് മാറുന്നു. കുറച്ചു നേരത്തേക്ക് എൻ്റെ ഓർണമെന്റ്സ് ഒക്കെ എടുത്ത്, ഓർണമെന്റ്സ് എന്ത് ഈ സാധനങ്ങളൊക്കെ എടുത്ത് അവളുടെ കഴുത്തിലും കാലിലും ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ബാഗിനകത്തിരിക്കുന്ന മേക്കപ്പിൻ്റെ ഒരു ബഞ്ച് കാണുമല്ലോ, അതൊക്കെ എടുത്തിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് ആ കുട്ടിയുടെ കല്യാണം സ്പോൺസേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല മനസ്സുകൾ അവിടുന്ന് ഇവിടുന്നും സ്വർണ്ണമായിട്ട്, സാരിയായിട്ട്, ഉടുപ്പായിട്ടും ഒക്കെ കൊണ്ടുവരുന്നു. ഗംഭീരമായിട്ട് ആ പൊന്നു മോളുടെ കല്യാണം 5 നയ പൈസ നമ്മൾ കടം വയ്ക്കാതെ ആളുകൾ തന്നതിൽ നടത്തുകയാണ്. പിന്നീട് അടുത്ത കല്യാണം നമ്മൾ എപ്പോൾ നടത്തും എന്നുള്ളതായി. പിന്നെ ശ്രീചിത്ര പോർഹോമിൽ ഒരു മോളുടെയാണ് കല്യാണം നടത്തിയത്. താരയ്ക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു മോനുണ്ട്. ഡെലിവറി കഴിഞ്ഞ് ഒരു 2 വർഷം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവന്റെ 28 കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞു. ഞാനൊക്കെയും കൂടിയാണ് ആദ്യം പോയി കണ്ടത്. ഈ കൊറോണ ടൈമിൽ അതിൻ്റെ കൂടുതൽ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തൊക്കെ ഇടുന്ന സമയത്തായിരുന്നു. അതായത് നമ്മൾ റാൻഡംലി കുഴപ്പമൊന്നുമില്ല, എപ്പോഴും പുറത്തിറങ്ങുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് പോയി ആ കുഞ്ഞിനെ കണ്ടു. അവനെ കണ്ടിട്ടൊക്കെയാണ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനം. ശരിയാണ്, 100 കോടി പുണ്യമാണ് ഇതൊക്കെ. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എത്ര പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്നു അറിയാം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ നാട്ടിലാണ്. ബിഗ് FM വന്നതിന് ശേഷം ഒരു RJക്ക് ഏതൊക്കെ എക്സ്ട്രീമിൽ പോകാൻ പറ്റും എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു RJയാണ്. ഒരുപാട് സന്തോഷവും ഒരുപാട് അതിൽ ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ തീർച്ചയായിട്ടും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ശബ്ദം മനുഷ്യരെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും RJs എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങളെ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയ്ക്ക് ഒരു അടുപ്പം തോന്നുന്ന ശബ്ദം കൊണ്ടാണ് കൂടുതൽ അറിയുന്നത്. അതാണ്, ഫേസ് അല്ല. നിങ്ങളുടെ ശബ്ദത്തിന്റെ ഓരോ വേരിയേഷൻസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഫീൽഡ് എത്രത്തോളം പോപ്പുലർ ആക്കിയത് നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അത്രയും വർഷമായില്ലേ, നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നവരും പക്ഷെ അങ്ങനെ നിർത്താൻ പറ്റുമോ? പറഞ്ഞ് കമ്പനി വിടുന്നവരേക്കും ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. സാധാരണ യങ് വോയിസസിനെയാണ് എല്ലാവരും ഇങ്ങനെ എടുക്കുന്നത്. എല്ലാ FM സ്റ്റേഷൻസിലും പുതിയ പുതിയ കുഞ്ഞുങ്ങളാണ്, പുതിയ പുതിയ കുട്ടികളാണ്, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള 21-22 വയസ്സൊക്കെയുള്ള
കുട്ടികളാണ്, നമുക്ക് ഏകദേശം അടുത്തൊക്കെയാണ്. പക്ഷെ എങ്കിലും അവരൊക്കെ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ട്. അങ്ങനെ അങ്ങ് പറഞ്ഞ് അമ്മൂമ്മയൊന്നും സ്ഥാപിക്കണ്ടെന്നേ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഞാനും അടുത്താണ്. 21 വയസ്സാണെങ്കിൽ എനിക്ക് 25 ആയിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അവരൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ കമ്പനി പറയുന്നത് സ്വീറ്റ് മെലഡീസ് ഓൺലി, ഞങ്ങൾ പ്ലേ ചെയ്യുന്നത് മനസ്സിൽ തൊടുന്ന മെലഡീസ് ആണ്. സോ അവർക്ക് ആവശ്യം മെച്ചുവേർഡ് ആയിട്ടുള്ള വോയിസ് ആണ്. അപ്പം നമ്മൾ നിൽക്കുന്ന നമ്മുടെ FM-ല് നീനു, ഞാൻ, ഇക്ക, നന്നായിട്ട് പാടുന്നു. നീനു പാട്ടുകളുടെ കൂട്ടുകാരി നീനു ആണ്. വിഷ്ണു എന്ന് പറയുന്ന ഒരു മോർണിംഗ് വൈബുള്ള ഒരു RJ ആണ്. ഇക്ക ഓൾറൗണ്ടർ ആണ്. ഏത് ഷോ എടുത്താലും, മോർണിംഗ് ഷോ ആണ് തുടങ്ങിയത്, പിന്നെ ഇപ്പോൾ ഈവനിങ് ഷോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസിലാണെങ്കിൽ പോലും ആ സ്ലോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഹാൻഡിൽ ചെയ്യുന്നു. പുള്ളിക്ക് കമ്പനി തന്നെ കൊടുത്തൊരു ഫ്രീഡമാണ്. റിസൈൻ ചെയ്തൊന്നും പോണ്ട, ലീവുണ്ട്, പോയിട്ട് വായോ, അടിപൊളിയാക്കിയിട്ട് വായോ എന്ന് പറയുമ്പോ ഞാനും ഇപ്പൊ പറഞ്ഞു ഫിറോസ്, ഇപ്പൊ ലാലേട്ടൻ, ദാസേട്ടൻ എന്നൊക്കെ പറയുന്നത് പോലെ ഫിറോസിക്കാന്ന് ഉള്ള ഒരു ലേവലായിട്ട് വന്നേക്കാണ്. ഫിറോസിക്കയെ കുറിച്ച് നമുക്ക് കുറച്ച് പറയാം. സഹപ്രവർത്തകൻ ഏറ്റവും നല്ല നല്ല അച്ചീവ്മെന്റ്സ് അതിന്റെ അടുത്തേക്ക് എത്തുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അല്ലെ? നമുക്ക് ആ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് ഷെയർ ചെയ്യാം. അയ്യോ, ഇക്കയെ പറ്റി പറയാൻ തുടങ്ങിയ ഞാൻ നിർത്തൂല. അമ്മാതിരി എനിക്ക് പറയാനുണ്ടാവും, അത്രമാത്രം പറയാനുണ്ട്. കാരണം ഇക്ക എന്ന് പറയുന്നത് എൻ്റെ മെന്ററാണ്. എനിക്ക് എങ്ങനെയാണ്, എനിക്കെന്നല്ല, വീണ്ടും ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് എങ്ങനെയാണ് വഴി നടക്കേണ്ടതെന്ന് കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ബിഗ് ബോസിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഇക്ക അല്ലാതെ ആവത്തില്ലല്ലോ. പലരും പറയുന്നുണ്ട് പുറത്തിറങ്ങിയത് എന്തായാലും ബിഗ് ബോസിനകത്ത് പോയാൽ അയാൾ ഗെയിം കളിക്കണം. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 38 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വന്തമായി നേടിയെടുത്തതാണ് എല്ലാ അച്ചീവ്മെന്റ്സും. അദ്ദേഹത്തിനൊരു ഗുരുവോ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദറോ ഒന്നുമില്ല. അങ്ങനെ അച്ചീവ് ചെയ്ത് എടുത്ത അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഭാവം, രൂപം എല്ലാം മാറ്റിയിട്ട് വെറും 100 ദിവസം ഒരു വീട്ടിനകത്ത് പോയി നിന്ന് കളിക്കണം എന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ. ഇല്ല, ആക്ച്വലി ബിഗ് ബോസിൽ അവനവനായി നിൽക്കാന്നുള്ളതല്ലേ. പക്ഷെ ഗെയിം കളിക്കണം. പിന്നെ എന്തിനാ ഗെയിം കളിക്കാൻ പോയി? 2 പ്രാവശ്യം ക്യാപ്റ്റൻസി ടാസ്ക് കിട്ടില്ല, എന്നിട്ട് അയാൾ എന്തിനു വെറുതെ വേറൊരാൾക്ക് കൊടുത്തു? പിന്നെ എന്തിനാ അയാൾ പോയത് ഫെയിമിനാണോ? സിനിമയാണ്. ഇക്കൊരു ആക്ടറാണ്, ഇക്കൊരു ഡയറക്ടറാണ്, ഇക്കൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇക്കൊക്കെ ഫിലിം എന്ന് പറയുന്ന ഒരു ക്രേസാണ്. ആ ഒരു ഫിലിമിലേക്കുള്ള ഒരു ചുവട് നന്നായിട്ട് തന്നെ 10 പേര് അറിഞ്ഞ് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു ആക്ടറോ ഡയറക്ടറോ ആവാൻ, ഡയറക്ടർ എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരു ആളായി മാറുക എന്നുള്ളതാണ് ഇക്കയുടെ ഉദ്ദേശം. അല്ലാതെ ചുമ്മാ അതിനകത്ത് പോയിട്ട് അദ്ദേഹത്തിന് കാശ് കിട്ടും, പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞിട്ട് പോയതോ 10 പേര് അതിനകത്ത് പോയ എല്ലാവർക്കും അറിയാം സരിത. ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് വിളി വന്ന സമയത്ത് ഒക്കെ പറഞ്ഞിട്ട് കാര്യമാണ്, എല്ലാവരും നെഗറ്റീവ് പറയുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, മനുഷ്യരായിട്ട് പച്ച മനുഷ്യരായിട്ട് ഒരു പ്രോഗ്രാമിനകത്തൊരു 100 ദിവസം ഒരു തരത്തിലുള്ള കോണ്ടാക്ട്സും ഇല്ലാതിരിക്കുക, പത്രമില്ല, TV ഇല്ല, ഫോണില്ല, പേനയില്ല, പ്രിയപ്പെട്ടവരില്ല. ഇക്കയെ സംബന്ധിച്ച് പേനയും വേറെ ആരില്ലെങ്കിലും കുഴപ്പമില്ല, പേനയും പേപ്പറും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളാണ് കിടിലം ഫിറോസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇതൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതെല്ലാവരെയും, ഞാൻ ഇക്കയെ മാത്രമല്ല അതിനകത്തുള്ള എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ഒന്നുമില്ലാതിരിക്കാൻ, അതായത് വേറൊരു സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ ഓൾറെഡി അവരെല്ലാവരും വിന്നേഴ്സ് ആണ്. പിന്നെ അവരെങ്ങനെയാണ് വെളിയിലുള്ള ആൾക്കാർക്ക് ഓരോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഓരോ സാധനങ്ങൾ, കണ്ടന്റുകൾ ഇട്ട് കൊടുക്കുന്നതെന്നുള്ള അനുസരിച്ചിട്ടാണ്. ദയവ് ചെയ്ത് മാന്യമായ ഭാഷയിലൊക്കെ ഓരോരുത്തരെയും സംസാരിക്കും. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തോരം മോശപ്പെട്ട ഭാഷയില്ലേ സോഷ്യൽ മീഡിയ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവനവന്റെ 4 ചുമരുകൾക്കുള്ളിൽ എന്തും ഇരുന്ന് വിളിച്ചു പറയാന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ടല്ലോ. അത് അല്ല, അപ്പുറത്ത് നിൽക്കുന്നത് അവനവൻ തന്നെയാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. തീർച്ചയായിട്ടും മറ്റൊരാളുടെ ഷൂസിൽ നിന്ന് ചിന്തിച്ചാലേ നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പൊ ഇക്കാന്ന് പറയുന്നത് ഓവറോൾ ഞങ്ങൾക്ക് എല്ലാമാണ്. ഞങ്ങളുടെ ബിഗ് FM-ന്റെ മാസ്റ്റർ ഹെഡാണ്, മാസ്റ്റർ ബ്രെയിൻ ആണ്, എല്ലാമാണ്. ഓൾറെഡി വിന്നറാണ്. അദ്ദേഹം വിൻ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളുടെയൊക്കെ ഹാർട്ടിൽ അദ്ദേഹം വിൻ ചെയ്ത് കഴിഞ്ഞു, വിന്നറാണ്. പിന്നെ ഇനി അറിയാത്ത ജനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് മറ്റൊരു വിജയമാണ്. അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. 100 ദിവസം പിന്നിട്ട് ഫ്ലാറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇക്ക സക്സസ് ആയിട്ട് തിരിച്ചു വരട്ടെ. ആ മനുഷ്യൻ അങ്ങനെയാണ്. അത് പറയാനാണ് എനിക്കും ഒരു സഹപ്രവർത്തക എന്ന നിലയിലും എല്ലാ സ്റ്റേജുകളിലും ഞാൻ കഴിഞ്ഞ 5.5 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. എല്ലാ സ്റ്റേജുകളിലും ഞാൻ അദ്ദേഹത്തിനോടൊപ്പം പോയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സീക്രട്ട് പറയാനുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, ഒരുപാട് അടുപ്പമുള്ളവരുടെ ഇക്ക റിയാക്ട് ചെയ്യുള്ളൂ. അത് എൻ്റെ കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഇക്ക ഓവർ റിയാക്ട് ചെയ്യുള്ളൂ. ദേഷ്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരാളോട് അദ്ദേഹം റിയാക്ട് ചെയ്തില്ല. അതിനകത്ത് മറ്റൊരു ഫിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിനോട് അദ്ദേഹം റിയാക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല? പേടിയാണോ എന്ന് ചോദിക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ.
അദ്ദേഹം കൺസിഡർ ചെയ്യുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും ഇക്കയ്ക്ക് റിയാക്ട് ചെയ്യാൻ അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദേഷ്യവും മുഖഭാവങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങൾ പറയട്ടെ, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആരെയും ഹേർട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. അത്രയും ടൂ മച്ച് ആണെങ്കിൽ മാത്രമേ അതും അതിനുള്ളൊരു അർഹതയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് അദ്ദേഹം സംസാരിക്കുള്ളൂ. അതിന് മറ്റുള്ളൊരു അർഹത ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത്രയും ക്ലോസ് ആയിരിക്കണം. ഇപ്പോൾ ഭാര്യയോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ സഹപ്രവർത്തക ഞങ്ങളോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഫ്രീഡം ഉണ്ട്. മറ്റൊരാൾ 100 ദിവസത്തേക്ക് മാത്രമുള്ളൊരു പരിചയത്തിന് വേണ്ടി ഒരു വീട്ടിനകത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനഃപൂർവ്വം വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബുദ്ധിയുള്ളവർ എന്താ ചെയ്യുന്നത്? അത് തന്നെയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. മാസ്റ്റർ ബ്രെയിനാണ്. മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അതാണ് ടോട്ടാലിറ്റി. ഒരുപാട് സന്തോഷം സുമി. കാരണം സുമിയിലൂടെ തന്നെ നമുക്ക് ഫിറോസിക്കയും അറിയാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥകളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റി. അതിന്റെ അപ്പുറം സുമി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആർജെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അതിനൊരു ചാൻസ് ഉണ്ടായി. സോ ഹാപ്പി. അപ്പൊ പിന്നെ പറഞ്ഞതൊന്നും മറക്കണ്ട, പാട്ട് ഉടനെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഒരുപാട് എന്തായാലും ആ പാട്ടിന്റെ കുറച്ച് നമ്മളോട് പ്ലേ ചെയ്യുന്നുണ്ടാവും. അതെ, ആ പാട്ട് കേട്ടിട്ട് സുമിയുടെ യൂട്യൂബിലേക്ക് നേരെ വെച്ചുപിടിച്ചു. ആ പാട്ട് മാത്രമല്ല എന്റെ യൂട്യൂബ് ചാനൽ. ഇനി വലിയ വീഡിയോസ് ഒക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. പക്ഷെ അത് പോയി എല്ലാവരും കാണാൻ അഭിപ്രായങ്ങൾ കിട്ടട്ടെ. കാരണം അങ്ങനെ ഒരു ചെറിയൊരു കുഴപ്പമില്ല, തരക്കേടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ ഒരു സന്തോഷമാണ്. പിന്നെ സരിതയോട് സ്പെഷ്യൽ താങ്ക്സ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ഞാൻ ഓപ്പൺ ആവുന്ന ഒരു പക്ഷേ ഒരു ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ടാണ്. ഇക്കയെ പറ്റി പറയാൻ പറ്റി, എൻ്റെ ബിഗ് FM ഫാമിലിയെ പറ്റി പറയാൻ പറ്റി, എൻ്റെ ഫാമിലി എല്ലാം ഇതിലുണ്ട്. എന്നെപ്പറ്റി കൂടുതൽ ഇങ്ങനെ എനിക്ക് ഓപ്പണായിട്ട് പറയാൻ ഒരു പ്ലാറ്റ്ഫോം ബഡ്ഡി ടോക്സിലൂടെ കിട്ടിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. ബഡ്ഡി ടോക്സ് എല്ലാവരും സാധാരണ എല്ലാവരും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വരട്ടെ. മാന്യമായ ഭാഷയിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം.